വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടും പ്രവാസ ലോകത്തെ നടുക്കിക്കൊണ്ട് വാർത്ത. കോവിഡ് ബാധിച്ച ഒരു മലയാളി കൂടി വിദേശത്ത് മരിച്ചു. കണ്ണൂർ കൊടാച്ചിറ മമ്മാക്കുന്ന് സ്വദേശിയായ പാലക്കൽ അബ്ദുറഹ്മാനാണ് ദുബായിൽ മരിച്ചതെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. ദുബായിൽ ഹോട്ടൽ മാനേജറായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഇദ്ദേഹം. ഇതുവരെ 6300 ഇന്ത്യക്കാർക്കാണ് വിദേശത്ത് കോവിഡ് സ്ഥിരീകരിച്ചത് തന്നെ. ഇതിൽ ഗൾഫിൽ മാത്രം 2000 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഗൾഫിൽ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 42,856 ഉയർന്നിരിക്കുകയാണ്. 254 പേരാണ് ഇതിനോടകം തന്നെ കൊറോണ ബാധിച്ച് മരിച്ചത്. സൗദിയിൽ നിയന്ത്രണങ്ങൾക്ക് ഭാഗിക ഇളവ് അനുവദിക്കുകയുണ്ടായി. അതേസമയം നോർക്ക റൂട്ട്സിലൂടെ പേരുകൾ രജിസ്റ്റർ ചെയ്തത് നാട്ടിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രവാസി മലയാളികൾ. ആദ്യഘട്ടത്തിൽ 30% ആളുകൾ നാട്ടിലേക്ക് പോകാൻ താല്പര്യം പ്രകടിപ്പിച്ചതായാണ് വിവരം. എന്നാൽ നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്കായി നോർക്ക റൂട്ട്സ് വഴിയുള്ള രജിസ്ട്രേഷൻ വൈകുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തേക്ക് വരുന്നുണ്ട്. ഇന്നലെ അർദ്ധരാത്രി തുടങ്ങാനിരുന്ന രജിസ്ട്രേഷൻ ഇതുവരെ ആരംഭിച്ചിട്ടുമില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇന്ന് ഉച്ചയ്ക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കുമെന്ന് ആദ്യം അറിയിപ്പ് ലഭിച്ചിരുന്നു. പിന്നീട് സാങ്കേതിക തടസ്സങ്ങൾ മൂലം രജിസ്ട്രേഷൻ വൈകുന്നേരത്തോടെ മാത്രമേ ആരംഭിക്കുകയുള്ളൂവെന്ന് മന്ത്രി KT ജലീൽ അറിയിക്കുകയായിരുന്നു. എന്നാൽ നോർക്ക റൂട്ട്സ് വഴി ഇനിയും രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുമില്ല. സുരക്ഷാ പരിശോധന നടക്കുന്നത് കൊണ്ടാണ് കാലതാമസം നേരിടുന്നതെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. നിരവധി പേർ ഒരേ സമയം കൂട്ടമായി രജിസ്റ്റർ ചെയ്യുമ്പോൾ സാങ്കേതികമായ തടസ്സങ്ങൾ ഉണ്ടാവുമെന്നും ഇത് പരിഹരിക്കുന്നതിനും പഴുതുകൾ അടച്ചുകൊണ്ടുള്ള വെബ്സൈറ്റ് ക്രമീകരണത്തിനും വേണ്ടിയാണ് രജിസ്ട്രേഷൻ നടപടികൾ വൈകുന്നതായാണ് അധികൃതർ നൽകുന്ന വിവരം. ഇതിനിടെ നോർക്കയുടെ വെബ്സൈറ്റിൽ പ്രവേശിക്കാൻ കഴിയുന്നില്ലെന്ന ആശങ്കകൾ പല പ്രവാസികളും പങ്കുവച്ചുകൊണ്ട് രംഗത്തേക്കും എത്തി. എന്നാൽ ആശങ്കകൾക്കെല്ലാം തന്നെ വിരാമം നൽകുമെന്ന വാർത്തയും അധികൃതർ നൽകുന്നുമുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.